സങ്കടകരമായ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ മരണമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. റാഗിംഗ് ആണ് അതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നു. അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡന്റിന്റെ ഇൻഡെപ്തിലേക്കോ ഡീറ്റെയിലേക്കോ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചോ പറയാൻ അല്ല ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റീസ് അതിനെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെക്കുറിച്ച് വേണ്ട അന്വേഷണങ്ങൾ നടത്തിയിട്ട് തീരുമാനങ്ങൾ, ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലത്തും റാഗിംഗ് പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു പ്രോസസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഈവിൾ ഒരു സംഭവം നമ്മുടെ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയ കുറച്ച് പോയിന്റുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇൻസിഡന്റ് കണ്ട സമയത്തും ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടം ഞാൻ ആലോചിക്കുന്നു, എൻ്റെ സ്കൂൾ കാലഘട്ടം ആലോചിച്ചു. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ നടക്കുന്നത്? ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല കോളേജുകളും അതിനെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ട്, ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പല കോളേജുകളിലും, കൂടുതൽ കോളേജുകളിലാണെന്ന് കരുതുന്നു, സ്കൂളുകളിലും അത് പ്രിവാലന്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ സങ്കടകരമായ രീതിയിൽ ഇത് കേരളത്തിന്റെ പുറത്തുള്ള ചില സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജുകളിലൊക്കെ, അതായത് ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതല്ലാത്ത, അതുപോലെ ഇത്ര അധികം മീഡിയാസ് അറിയാൻ സാധ്യതയില്ലാത്ത കോളേജുകളിലൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പലയിടത്തും പല വാർത്തകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. അപ്പം ഇതിന്റെ കാരണത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ടേക്കുകളും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ആദ്യത്തെ ഒരു ആസ്പെക്ട്, ഇതൊരു കോമൺ പ്രാക്ടീസ് ആണ് എന്നാണ് പലരും കരുതുന്നത്. ഇതൊരു ട്രെൻഡാണ്. അതായത് ഒരു കോളേജിൽ എത്തിയാൽ ആ കോളേജിലെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ജൂനിയേഴ്സിനെ ഇത്തരത്തിൽ റാഗ് ചെയ്യേണ്ടതുണ്ട് എന്ന് കരുതുന്ന സീനിയേഴ്സും, ഞങ്ങൾ റാഗ് ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് കരുതുന്ന ജൂനിയേഴ്സും. ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദ കോളേജ് സിസ്റ്റത്തിന്റെ, ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമാണ് റാഗിങ് എന്ന് വിശ്വസിക്കുന്ന സ്റ്റുഡൻസ്. അതുപോലെ തന്നെ പലപ്പോഴും ചില പാരന്റ്സ്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും ചിലപ്പോൾ അതൊക്കെ ചെറുതായിട്ടുള്ള റാഗിങ്ങുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു കോളേജിന്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊരു കോമൺ പ്രാക്ടീസ് ആണ്, ഇതൊരു ട്രെൻഡ് ആണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇതിന്റെ ഏറ്റവും ഒരു ബിഗിനിങ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് അതൊരു അക്സെപ്റ്റഡ് സാധനമാണ്. പലപ്പോഴും ടീച്ചേഴ്സ് പോലും ചിലപ്പം പറയുക, ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ ചിലപ്പോൾ റാഗ് ചെയ്യാം, അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, നിങ്ങൾ ചെറുതായിട്ടൊക്കെ റാഗ് ചെയ്തോളൂ, അല്ലെങ്കിൽ ടീച്ചേഴ്സോ ബാക്കിയുള്ള ആളുകളോ, ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെടേണ്ട ഒരു ഇവിളാണ് എന്നുള്ളതിനെ കുറിച്ച് റിയലൈസേഷൻ ഇല്ല എന്നുള്ളതാണ്. ജൂനിയേഴ്സും സീനിയേഴ്സും പരിചയപ്പെടേണ്ട, ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യേണ്ട, അതൊക്കെ ചെയ്യാം. അത് നോർമലി നടക്കേണ്ടതാണ്, അത് ഇനിയും നടക്കേണ്ടതാണ്. അത് റാഗിംഗ് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഒന്ന് സീനിയേഴ്സ് അങ്ങനെ കരുതുന്നുണ്ട്, രണ്ട് ഇന്നത്തെ ജൂനിയേഴ്സ്, അതായത് നാളത്തെ സീനിയേഴ്സ്, അവരും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇത് നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുകയും ഭാവിയിൽ നമ്മൾ സീനിയർ ആകുമ്പോൾ ഇതൊക്കെ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അതായത് എൻ്റെ സീനിയർ എന്നെ റാഗ് ചെയ്തതിന്റെ റിവെഞ്ച് ഞാൻ എടുക്കാൻ, ഞാൻ സീനിയർ ആകുമ്പോൾ മറ്റേതോ ഒരു സെറ്റ് ഓഫ് ജൂനിയേഴ്സിനോടാണ്. അതായത് കിട്ടിയവർക്കല്ല, അല്ലെങ്കിൽ തന്നവർക്കല്ല അതിന്റെ ഒരു കൊടുക്കുന്നത്, മറിച്ച് നമ്മളെക്കാളേറെ നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളിലേക്കാണ് കൊടുക്കുന്നത്. തിരിച്ച് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയല്ലോ, അതായത് ആ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബേസിക്കലി ഏതൊരു ഫസ്റ്റ് ഇയറിലെ ആളുകളും റാഗിങ് വരുന്ന സമയത്ത് പലപ്പോഴും സഹിക്കുന്നത്, ഫൈനൽ ഇയർ ആയാൽ, തേർഡ് ഇയർ ആയാൽ, അല്ലെങ്കിൽ സീനിയേഴ്സ് ആയാൽ നമുക്കും തിരിച്ച് റാഗ് ചെയ്യാം, നമുക്കും തിരിച്ച് കാണിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ്. പിന്നീടുള്ള ഒരു ആസ്പെക്ട് എനിക്ക് തോന്നുന്നത് റാഗിങ്ങിന്റെ റീസൺ ആയിട്ടുള്ളത് ഒരു പിയർ പ്രഷർ ആയിരിക്കും. അതായത് കൂട്ടത്തിൽ ഉള്ള ആളുകളിൽ ഒന്നോ രണ്ടോ ആളുകൾ ഇത് താല്പര്യമുള്ള ആളുകളായിരിക്കും, ബാക്കിയുള്ള ആളുകളൊന്നും ഇത് താല്പര്യമുള്ള ആളുകളാവണമെന്നില്ല. അപ്പൊ ആ ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള പിയർ പ്രഷറുകൾ ഉണ്ടാവാം. എസ്പെഷ്യലി ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാള് കുറച്ചൊരു ആന്റി സോഷ്യൽ ടെൻഡൻസി, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ കുറച്ച് ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസോ ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിലും ഉണ്ടാവാം.
അപ്പം ഇവിടെ എറണാകുളത്ത് നടന്ന ഇൻസിഡന്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം നമ്മൾ പഠനം നടത്തേണ്ടത് എന്തുകൊണ്ട് ആ കുട്ടികൾ അത് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അത് ഒരു പക്ഷേ അവർക്ക് അവയർനെസ് കൊടുക്കാത്തതിന്റെ പ്രശ്നമായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ചില സമയങ്ങളിൽ അതിൽ തന്നെ ഒരു പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങോ ട്രീറ്റ്മെന്റോ വാട്ടോർ കൊടുക്കേണ്ട ആളുകൾ ഉണ്ടായേക്കാം. വി ഡോണ്ട് നോ അബൌട്ട് ദ ഡീറ്റെയിൽ. ഞാൻ ഒന്നിനെയും കുറിച്ച് കൺക്ലൂഡ് ചെയ്യുകയല്ല. സോ ബേസിക്കലി ഞാൻ പറയുന്ന ഒരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ നടക്കുന്ന സമയത്ത് ഇതൊരു കോമൺ ട്രെൻഡാണ് എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ദിസ് ഈസ് എൻ ഇവിൾ, ഓക്കെ, ഇതൊരു ഇവിൾ ആണ് എന്ന് മനസ്സിലാക്കുകയും നമ്മളിലേക്ക് ലഭിച്ച ബുദ്ധിമുട്ടുകൾ അടുത്തൊരു ജനറേഷനിൽ കൊടുക്കുന്ന ബുദ്ധിമുട്ട് അടുത്തൊരു ടീമിന് കൊടുക്കുന്നത് ഒരു കാര്യമല്ല എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റാങ്കിങ് ഇല്ലാണ്ടാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസും ഇതൊക്കെയാണ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അത് പാരന്റ്സിൽ നിന്നും പിന്നെ ടീച്ചേഴ്സിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. നമ്മളെ കുട്ടികൾക്ക് പ്രോപ്പർ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. എല്ലായ്പ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും പറയുന്ന സമയത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ് ലാക്ക് ഓഫ് പ്രോപ്പർ പാരന്റിങ്. അത് ഇവിടെയും ഒരു ഫാക്ട് ആണെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ കാലത്തും ചെറിയ കുട്ടികളുടെ തെറ്റുകൾ പറയുമ്പോൾ എല്ലാ കാലത്തും പാരന്റിങ് ഉണ്ടാവും. അതൊരു കീ ഫാക്ടറാണ്. അതായത് നമ്മൾ ചരിത്രത്തിൽ തന്നെ ഭാവിയിൽ പലരെയും ദ്രോഹിച്ചിട്ടുള്ള, പല ക്രിമിനൽ ടെൻഡൻസിയും കാണിച്ചിട്ടുള്ള, പല വാട്ട് വി കൻ സേ ബാക്കിയുള്ളവരുടെ ഫിസിക്കലി ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ടഫ് ആയിട്ടുള്ള, ചലഞ്ചിങ് ആയിട്ടുള്ള വാട്ട് വി കൻ സേ ഒരു ചൈൽഡ്ഹുഡ് ഉള്ളതായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആ ആളുകൾക്ക് പ്രോപ്പറായിട്ട് അവയർനെസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക്, സീനിയേഴ്സിന്, അതായത് നമ്മൾ റിവേഴ്സ് ട്രെൻഡിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് റിവേഴ്സ് ട്രെൻഡ് ആസ്പെക്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഒരു റിവേഴ്സ് ട്രെൻഡിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അതായത് എന്നാൽ മാത്രമേ ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യുള്ളൂ. ഫസ്റ്റ് ഇയേഴ്സിന് തേർഡ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈനൽ ഇയേഴ്സ് റാഗ് ചെയ്യുന്നു, അടുത്ത ഫൈനൽ ഇയേഴ്സ് നെക്സ്റ്റ് ഫ്രഷേഴ്സിനെ, അടുത്ത ഫൈനൽ ഇയേഴ്സ് നെക്സ്റ്റ് ഫ്രഷേഴ്സിന്, സൈക്കിൾ വിൽ കീപ്പ് ഓൺ ഗോയിങ് ഓൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അല്ലാതെ ഒരിക്കലും റാഗ് ചെയ്യപ്പെടാത്ത ഒരു തലമുറ ഉണ്ടാകുമ്പോൾ അവരും റാഗ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റഡ് പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ സൈക്കിളുകൾ ബ്രേക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു. നമ്മളെ സ്റ്റുഡൻസിന്, നമ്മളെ മക്കൾക്ക്, പാരന്റ്സും ടീച്ചേഴ്സും ഇതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷനും അവയർനെസ്സും കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇൻസിഡന്റുകൾ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് അതിന്റെ ബേസിക് റീസൺ എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കുകയും ഇൻ കേസ് സം ആന്റി സോഷ്യൽ ടെൻഡൻസീസ് ഉള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കേസുകളാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള എഫേർട്ടുകളോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന് റാങ്കിങ്ങുകൾ ഇല്ലാണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് റാങ്കിങ്ങുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കാം. അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച്, അത് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച്, അതിന്റെ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം. ലേണിംഗ് ഹാസ് ടു ബി മെയ്ഡ് എ ഹാപ്പി എക്സ്പീരിയൻസ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ലേണിങ്ങിനെ, പഠനത്തെ ഒരു ഹാപ്പി ലേണിംഗ് എൻവയോൺമെന്റ് ആക്കാനുള്ള ശ്രമത്തിൽ നമുക്ക് എല്ലാവർക്കും ഇൻവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കാം.